Welcome to the Crochet Baby, your go-to destination for all things crochet. അസ്സലാമു അലൈക്കും. ഇന്ന് നമ്മൾ സിംഗിൾ സ്റ്റിച്ചാണ് പഠിക്കാൻ പോകുന്നത്. അപ്പോൾ നമ്മൾ അമിഗുരുമിയൊക്കെ ചെയ്യുമ്പോൾ പ്രധാനമായിട്ടും ചെയ്യുന്ന ഒരു സ്റ്റിച്ചാണ് സിംഗിൾ സ്റ്റിച്ച്. നമ്മൾ സിംഗിൾ സ്റ്റിച്ച് ഇവിടെ ഇട്ട് വെച്ചിട്ടുണ്ട്. ഇതാണ് സിംഗിൾ സ്റ്റിച്ച്. നമുക്കിതൊന്ന് അഴിച്ചു കൊടുക്കാം. മുഴുവനായിട്ടും അഴിച്ചിട്ട് ഇടുന്നത് എങ്ങനെയാണെന്ന് കാണിക്കാം. പൂർണ്ണമായിട്ടും അഴിച്ചിട്ടുണ്ട്. നമ്മൾ സ്ലിപ്പ് നോട്ട് ഇട്ടിട്ടാണ് തുടങ്ങുക. സ്ലിപ്പ് നോട്ട് ഇട്ട് കൊടുക്കുക. നമ്മൾ സ്ലിപ്പ് നോട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഹുക്ക് അതിലിട്ടിട്ട് ടൈറ്റ് ചെയ്ത് കൊടുക്കുക. യാണ് ഹോൾഡ് ചെയ്യുമ്പോൾ ചെറുവിരൽ ഇങ്ങനെ ചുറ്റിയിട്ട് ചൂണ്ടുവിരലിൻ്റെ താഴെ കൂടെ എടുത്തിട്ട് ടൈറ്റ് ചെയ്ത് പിടിക്കുക. അപ്പോൾ ഇങ്ങനെ നമ്മൾ ചുറ്റി കൊടുക്കുകയാണെങ്കിൽ നമുക്ക് നമ്മളെ യാണിൻ്റെ ടെൻഷൻ മാനേജ് ചെയ്യാൻ ഈസി ആയിരിക്കും. ഇങ്ങനെ തന്നെ ഹോൾഡ് ചെയ്യാൻ ശ്രമിക്കുക. അതുപോലെ നമ്മളെ തമ്പും മിഡിൽ ഫിംഗറും വെച്ചിട്ട് അതിൻ്റെ ഏറ്റവും താഴ്ഭാഗം ഹോൾഡ് ചെയ്ത് കൊടുത്തിട്ട് നമ്മൾ ചെയിൻ സ്റ്റിച്ച് ഇടുക. ചെയിൻ സ്റ്റിച്ച് നമുക്ക് ഇപ്പോൾ എത്ര സിംഗിൾ സ്റ്റിച്ച് വേണോ അതിനനുസരിച്ചാണ് നമ്മൾ ചെയിൻ സ്റ്റിച്ച് ഇട്ട് കൊടുക്കുന്നത്. എത്ര സിംഗിൾ സ്റ്റിച്ച് വേണോ അതിലേറെ ഒരു സ്റ്റിച്ച് കൂട്ടിയിട്ട് വേണം ചെയിൻ സ്റ്റിച്ച് ഇടാൻ. ഇപ്പോൾ നമ്മൾ 10 ചെയിൻ സ്റ്റിച്ച് ഇട്ട് കഴിഞ്ഞാൽ നമുക്ക് 9 സിംഗിൾ സ്റ്റിച്ച് കിട്ടും. ചെയിൻ സ്റ്റിച്ച് ഇട്ട് കഴിയുമ്പോൾ നമ്മൾ ഹുക്കിലൊരു ലൂപ്പ് ഉണ്ടാവും. അത് കഴിഞ്ഞ് ഫസ്റ്റ് ചെയിന്, പിന്നെ സെക്കൻഡ് ചെയിനിലാണ് നമ്മൾ നമ്മുടെ ഫസ്റ്റ് സിംഗിൾ സ്റ്റിച്ച് ഇട്ട് കൊടുക്കുന്നത്. നമ്മൾ സെക്കൻഡ് ചെയിനിൽ ഇൻസേർട്ട് ചെയ്യുക. ചെയിൻ നമുക്ക് കാണാൻ പറ്റുന്നുണ്ടാവും. സെക്കൻഡ് ചെയിനിലാണ് നമ്മൾ ഇൻസേർട്ട് ചെയ്ത് കൊടുക്കേണ്ടത്. സെക്കൻഡ് ചെയിനിൽ ഇൻസേർട്ട് ചെയ്തു. യാണ് ഗ്രാബ് ചെയ്തെടുക്കുക. അപ്പം നമ്മുടെ ഹുക്കിൽ 2 ലൂപ്പ് ഉണ്ടാവും. യാണ് ഗ്രാബ് ചെയ്തിട്ട് ആ 2 ലൂപ്പിലൂടെ വലിച്ചു കൊടുക്കാം. വീണ്ടും നെക്സ്റ്റ് ചെയിനിൽ ഇൻസേർട്ട് ചെയ്യുക. യാണ് ഗ്രാബ് ചെയ്യുക. 2 ലൂപ്പ് ഉണ്ടാവും. അതിലൂടെ വീണ്ടും യാണ് ഗ്രാബ് ചെയ്തിട്ട് വലിച്ചു കൊടുക്കുക. നമ്മൾ ഈ ചെയിൻ ഇൻസേർട്ട് ചെയ്യുന്ന ഓരോ ചെയിൻ സ്റ്റിച്ചിനെയും ഐഡൻറ്റിഫൈ ചെയ്യുന്നതിലാണ് നമ്മൾ കുറച്ച് ബുദ്ധിമുട്ടുണ്ടാവുക. അത് ജസ്റ്റ് ഒന്ന് നോക്കിക്കഴിഞ്ഞാൽ നമ്മളെ ചെയിൻ സ്റ്റിച്ച് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. അപ്പോൾ അതിലേക്ക് ഹുക്ക് ഇൻസേർട്ട് ചെയ്യുക. യാണ് ഗ്രാബ് ചെയ്തെടുക്കുക. അപ്പോൾ നമ്മളെ ഹുക്കിൽ 2 ലൂപ്പ് ഉണ്ടാവും. ആ 2 ലൂപ്പിലൂടെ വലിച്ചു കൊടുക്കുക. ഒന്നുകൂടെ കാണിക്കാം. നെക്സ്റ്റ് ചെയിനിൽ ഇൻസേർട്ട് ചെയ്തു. യാണ് ഗ്രാബ് ചെയ്തു. 2 ലൂപ്പിലൂടെ നമ്മൾ ഒന്നുകൂടെ യാണ് ഗ്രാബ് ചെയ്തിട്ട് വലിച്ചു കൊടുത്തു. പിന്നെ മുഴുവൻ ചെയിൻസിലും നമ്മൾ സിംഗിൾ സ്റ്റിച്ച് ഇട്ട് കൊടുത്തിട്ടുണ്ട്. നമുക്ക് സ്റ്റിച്ച് ഒന്ന് കൗണ്ട് ചെയ്ത് നോക്കാം. 1 2 3 4 5 6 7 and 8 9 സ്റ്റിച്ചസ് ഉണ്ട്. 9 സ്റ്റിച്ചസ് കിട്ടിയിട്ടുണ്ട് നമുക്ക്. അപ്പോൾ നമ്മൾ 10 ചെയിൻ ഇട്ട് കൊടുത്തപ്പോഴാണ് 9 സ്റ്റിച്ചസ് നമുക്ക് കിട്ടിയത്. നമുക്ക് ഈ സ്റ്റിച്ച് എങ്ങനെ ലോക്ക് ചെയ്യാൻ നോക്കാം. നമ്മളെ യാണ് കട്ട് ചെയ്ത് കൊടുക്കുക. നമുക്ക് വേണ്ടത്ര സ്റ്റിച്ചായി കഴിഞ്ഞാൽ യാണ് കട്ട് ചെയ്ത് കൊടുക്കുക. നമ്മൾ ലാസ്റ്റ് ലൂപ്പിൻ്റെ ഉള്ളിലൂടെ ഹുക്കിട്ടിട്ട് ആ കട്ട് ചെയ്ത യാണ് കംപ്ലീറ്റ് ആയിട്ട് വലിച്ചു കൊടുക്കുക. നമ്മളെ സ്റ്റിച്ച് ലോക്കായി. അപ്പം ഇത്രയേ ഉള്ളൂ സിംഗിൾ സ്റ്റിച്ച്. സിംഗിൾ സ്റ്റിച്ച് ഭയങ്കര ഈസിയാണ്. നിങ്ങളെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഹെൽപ്ഫുള്ളായെന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ ഫ്രണ്ട്സിന് ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ അടുത്തൊരു വീഡിയോയുമായി വരുന്നവരേക്കും ബായ്.